അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, പരിശുദ്ധ റജബിലെ 19-ാം രാവാണ് കടന്നു വന്നിട്ടുള്ളത്. അതിമഹത്തായ റജബിലെ ഓരോ ദിനരാത്രികൾ വിലപ്പെട്ടതാണ്. ആ ഒരു ഉത്തമ ബോധത്തോടുകൂടെ, ചിന്തയോടുകൂടെ ഞാനും നിങ്ങളും നല്ല കാര്യങ്ങളിൽ നമ്മുടെ സമയത്ത് വിനിയോഗപ്പെടുത്താൻ, ചെലവഴിക്കാൻ ഞാനും നിങ്ങളും സന്നദ്ധരാവണം. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. നല്ലത് ചിന്തിച്ച് നല്ല പാതയിലൂടെ നടന്നു നീങ്ങാൻ അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. എല്ലാവിധ ഹറാമുകളെ തൊട്ട് പൂർണ്ണമായും വിട്ടുനിന്ന് നല്ലൊരു ജീവിതം നയിക്കാൻ, തഖ്വയോടെ ജീവിക്കാൻ, ഈമാനോടെ ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനികളെ, നമുക്ക് ആദ്യം റജബിലെ ഓരോ ദിനങ്ങളിൽ ചൊല്ലേണ്ട അതിമഹത്തായ ഇസ്തിഗ്ഫാർ ചൊല്ലണം. ആ ഇസ്തിഗ്ഫാറിന്റെ മഹത്വം എല്ലാ മജ്‌ലിസുകളും സൂചിപ്പിച്ചതാണ്. നമ്മുടെ പാവങ്ങൾ അല്ലാഹു തആല സർവ്വതും അല്ലാഹു തആല മാഫ് ചെയ്യും. നമ്മുടെ ശരീരത്തെ അല്ലാഹു തആല നരകത്തിന് നിഷിദ്ധമാക്കി കളയും. നമ്മുടെ ശരീരം നരകം സ്പർശിക്കില്ലെന്ന് മഹാന്മാർ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കൽ കൊണ്ട് ഒരുപാട് നേട്ടങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഹബീബായ തങ്ങൾ പറഞ്ഞതാണ്, നമുക്കുള്ള എല്ലാ ഹമ്മുകൾ, ടെൻഷനുകൾ നീങ്ങിക്കിട്ടാനും, എല്ലാ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാനും, സാമ്പത്തികമായ അഭിവൃദ്ധി നാൾക്ക് നാൾ വർദ്ധിച്ചു വരാനും, അള്ളാഹുവിനെ മറക്കാത്ത നല്ല ഇസ്സത്തുള്ള ജീവിതം നമുക്ക് ലഭിക്കാൻ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കൽ കൊണ്ട് കാരണമായി തീരും. അതുകൊണ്ട് എല്ലാവരും എൻ്റെ കൂടെ നല്ല ഇഖ്ലാസോടുകൂടെ തന്നെ, ഭക്തിയോടെ തന്നെ ഏറ്റുചൊല്ലുക. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. استغفروا ربكم إنه كان غفارا. استغفر الله وأتوب إليه. 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 استغفر الله وأتوب إليه.
അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി 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 അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. അല്ലാഹുവേ, നമ്മുടെ ഇസ്തിഗ്ഫാർ നീ സ്വീകരിക്കണം റഹ്മാനെ. നമ്മുടെ എല്ലാ പാവങ്ങളും നീ പുറത്തു തരണം റഹ്മാനെ. നമുക്ക് ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുത്തി തരണം റഹ്മാനെ. ഇസ്സത്തുള്ള അന്തസ്സുള്ള അഭിമാനമുള്ള ജീവിതം നൽകണം റഹ്മാനെ. എല്ലാവരും കൂടെ നമുക്കിന്ന് ചൊല്ലാനുള്ള അതിമഹത്തായ ദിക്ർ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ അത്ഭുതമാണ്. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വയറ്റിൽ വെച്ച് ചൊല്ലുകയും അവിടെ നിന്ന് അല്ലാഹു തആല മഹാനവറുകളെ രക്ഷപ്പെടുത്താൻ കാരണമാക്കിയ മഹത്തായ ദിക്റാണ് ഈ ദിക്ർ. ഈ ദിക്ർ ഒരാൾ ചൊല്ലിയാൽ ഹബീബായ തങ്ങൾ പറയുന്നു, ഫഇന്നഹു ലം യദ്ഉ ബിഹാ റജുലുൻ മുസ്ലിമുൻ ഫീ ഷൈഇൻ ഖത്തു ഇല്ലാ ഇസ്തജാബ അല്ലാഹു ലഹു. ഒരു മനുഷ്യൻ അദ്ദേഹം ഈ ദിക്ർ ചൊല്ലി അള്ളാഹുവിനോട് എന്ത് കാര്യത്തിൽ ചോദിച്ചാലും, എന്ത് കാര്യം ചോദിക്കുന്നതിന് മുമ്പ് ഈ ദിക്ർ ചൊല്ലി ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ആ കാര്യം അല്ലാഹു തആല സാധിപ്പിച്ചു കൊടുക്കും. അല്ലാഹു തആല അവൻ ചോദിക്കുന്ന ആ ഒരു വിഷയം അദ്ദേഹത്തിന് ആ സമയത്ത് ഖൈറാണെങ്കിൽ അല്ലാഹു തആല സാധിപ്പിച്ചു കൊടുക്കും, അല്ലാഹു തആല നിറവേറ്റി കൊടുക്കും. ഉടനെ നമുക്ക് ഉത്തരം ലഭിക്കാൻ ഏറ്റവും കൂടുതൽ സഹായകരമാകുന്ന ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ. കൊണ്ട് എല്ലാവരും കൂടെ 100 തവണ ഏറ്റു ചൊല്ലുക. അല്ലാഹു തആല നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين.
لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين
لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ നാം ചൊല്ലിയ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ് നിന്റെ മഹത്തായ നിനക്കേറെ ഇഷ്ടമുള്ള ഒരു ദിക്റാണ് ഈ ദിക്ർ അല്ലാഹ് നീ ഏറെ ഇഷ്ടം വെക്കുന്ന ഒരു ദിക്റാണ് നിനക്കേറെ ഇഷ്ടമുള്ളൊരു ദിക്റാണ് അല്ലാഹുവേ നാം ചൊല്ലി അല്ലാഹ് നീ സ്വീകരിക്കണം റഹ്മാനെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും എല്ലാ ആഗ്രഹങ്ങളും എല്ലാ ഉദ്ദേശങ്ങളും നമുക്കുള്ള എല്ലാ വിഷമങ്ങളും നീ ദൂരത്താക്കണം റഹ്മാനെ നമുക്കുള്ള എല്ലാ പ്രയാസങ്ങളും ദൂരത്താക്കണം റഹ്മാനെ അല്ലാഹുവേ നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണം റഹ്മാനെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാനെ എല്ലാ ബുദ്ധിമുട്ടുകൾ നീ ദൂരത്താക്കണം റഹ്മാനെ അല്ലാഹുവേ നമുക്ക് നീ ഇസ്സത്തുള്ള ജീവിതം തന്ന് നിന്നെ പേടിച്ച് തഖ്വയിലായി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം റഹ്മാനെ എല്ലാവരും കൂടെ നാരിയത്തു സ്വലാത്ത് ഏറ്റു ചൊല്ലണം അല്ലാഹു തആല നമുക്ക് നല്ല ഇഖ്ലാസോടെ തങ്ങളുടെ മദ്ഹാകുന്ന നാരിയത്തു സ്വലാത്ത് ധാരാളം ചൊല്ലി ഈമാനോടെ ജീവിച്ച് അവിടുത്തെ മുഹബ്ബത്ത് കരസ്ഥമായി നമുക്ക് അവിടുത്തെ പൂമുഖം ഉറക്കിലും ഉണർവിലും ഒരുപാട് തവണ കാണാനുള്ള മഹാഭാഗ്യം അല്ലാഹു തആല തരട്ടെ അവിടുത്തെ മുഹബ്ബത്ത് നമുക്കൊന്ന് ലഭിക്കണം പ്രധാനമായും നമുക്കെയും സ്വലാത്ത് ചൊല്ലുമ്പോൾ കരുതേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം അവിടുത്തെ പൂമുഖം നമുക്കൊന്ന് കാണണം അത്രയും ഭംഗിയുള്ള അത്രയും ചന്തമുള്ള ഒരു നേതാവാണ് താഴത്തങ്ങൾ ഒരിക്കൽ കണ്ടാൽ പിന്നെയും പിന്നെയും കാണാൻ മോഹിക്കുന്ന ഒരു പൂമുഖമാണ് താഴത്തങ്ങളുടെ പൂമുഖം
അല്ലാഹു തആല അവിടുത്തെ പൂമുഖം നമുക്ക് ഒരുപാട് തവണ കണ്ട് നമ്മുടെ ജീവിതം ധന്യപ്പെടുത്താൻ അല്ലാഹു തആല ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم
وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم. وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. صل على جميع الأنبياء والمرسلين وعلى ملائكة المقربين وجميع عباد الله الصالحين والحمد لله رب العالمين. അല്ലാഹുവേ, നീ സ്വീകരിക്കണം റഹ്മാനെ, നീ കബൂൽ ചെയ്യണം അല്ലാഹ്. സവാബ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവിടുത്തെ മാതാപിതാക്കളുടെ, അവിടുത്തെ ഭാര്യന്മാരുടെ, അവിടുത്തെ മക്കൾ, അവിടുത്തെ പേരമക്കൾ, അല്ലാഹ് അവിടുത്തെ അസ്ഹാബുൽ കിറാം, അവിടുത്തെ ഉപ്പാപ്പമാർ ഉമ്മാമ്മമാരുടെ ഹദ്റാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. എല്ലാ അംബിയാ മുർസലീങ്ങൾ, മശായിഖന്മാർ, ഉസ്താദന്മാർ, അല്ലാഹ് സർവ്വ മുഅ്മിൻ മുഅ്മിനാത്തുകൾ, പ്രത്യേകിച്ച് ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളുടെ ഹദ്റത്തിലേക്കും റിഫായി ശൈഖ് ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളുടെ ഹദ്റത്തിലേക്കും അല്ലാഹുവേ ഖാജ മുഈനുദ്ദീൻ ചിസ്തിൽ അജ്മീരി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളുടെ ഹദ്റത്തിലേക്കും മഹാനായ അഹ്മദ് റളാ ഖാൻ ബറൽവി റളിയല്ലാഹു അൻഹുവിന്റെ ഹദ്റത്തിലേക്കും മഹാനായ ശൈഖ് സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളുടെ ഹദ്റത്തിലേക്കും സർവ്വ മഹാന്മാർ, ഉസ്താദന്മാർ, മശായിഖന്മാരുടെ ഹദ്റാത്തുകളിലേക്ക് ഇതിനെ തവാബ് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയ സർവ്വ മുഅ്മിൻ മുഅ്മിനാത്തുകളുടെ ഹദ്റാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവേ, പലസ്തീനിൽ ഷഹീദായി പോയ ശുഹദാക്കളുടെ ഹദ്റാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കണം അല്ലാഹ്. നമ്മുടെ ജീവിതം നീ മെച്ചപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, തഖ്വയുള്ള ജീവിതം നൽകണം അല്ലാഹ്. ഈമാനോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم بارك لنا في رجب وشعبان بلغنا رمضان. അർഹമർ റഹീമായ അല്ലാഹ്, നമുക്കെയും ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ് അല്ലാഹ്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദന്മാർ, ബന്ധുമിത്രാദികൾ, ഭാര്യ, മക്കൾ, കൂട്ടുകുടുംബക്കാർ, അയൽവാസികൾ, ജ്യേഷ്ഠാനുജൻ, പെങ്ങന്മാർ, എല്ലാ മുഅ്മിനാത്തുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, പ്രത്യേകിച്ച് നമ്മുടെ മജ്ലിസിൽ നിരന്തരം കൂടുന്നവർ, കൂടെ ദിക്റ് സ്വലാത്തുകൾ ചൊല്ലുന്നവർ, എല്ലാവരുടെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞുമറിയാതെയും ചെയ്തു കൂട്ടിയ സർവ്വ തിന്മകൾ നീ അഫൂ ചെയ്യണമല്ലാ, നീ മാപ്പ് ചെയ്യണമല്ലോ, നീ പൊറുത്തപ്പെടണമല്ലോ, നീ റഹ്മത്ത് ചെയ്യണമല്ലോ, നീ റഹ്മത്ത് ചെയ്യണമല്ലോ, നീ റഹ്മത്ത് ചെയ്യണമല്ലോ, നീ റഹ്മത്ത് ചെയ്യണമല്ലോ, നീ ബറക്കത്ത് ചെയ്യണമല്ലോ, നീ ബറക്കത്ത് ചെയ്യണമല്ലോ. നമുക്ക് തന്ന വീടുകളിൽ, നമ്മുടെ വാഹനങ്ങൾ, നമ്മുടെ ഭാര്യ മക്കളിൽ എല്ലാത്തിലും നീ ബറക്കത്ത് ചെയ്യണമല്ലോ, നീ സന്തോഷം നിലനിർത്തണം റഹ്മാനെ. അല്ലാഹു ഇസ്സത്തുള്ള ജീവിതം നൽകണമല്ലോ. നമ്മെ നാമാക്കിയ മാതാപിതാക്കൾ, ഉസ്താദന്മാർക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നൽകണം അല്ലാഹ്. നീ റഹ്മത്ത് ചെയ്യണം അല്ലാഹ്, നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, നമുക്കെല്ലാം തഖ്വ നൽകണമല്ലോ, ഭയഭക്തി നൽകണമല്ലോ. ഏത് സമയത്തും എവിടെ ചെന്നാലും ഏത് സന്ദർഭത്തിലും നമുക്ക് നീ തഖ്വ നൽകണമല്ലോ, തഖ്വ നൽകണമല്ലോ. അല്ലാഹുമ്മ ആതി അൻഫുസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ യാ റബ്ബൽ ആലമീൻ. റബ്ബേ, നമ്മുടെ നഫ്സുകൾക്ക് വേണ്ട തഖ്വ നൽകണമല്ലോ. നമ്മുടെ നഫ്സിനെ നീ നന്നാക്കണമല്ലോ, നമ്മുടെ നഫ്സിനെ നീ നന്നാക്കണം റഹ്മാനെ. ശൈത്വാനിന്റെ കെണിവലയിൽപ്പെടുത്താതെ
അവന്റെ കുടുപ്പിൽ ഞങ്ങളെ പെടുത്താതെ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം അല്ലാഹ്. നമ്മുടെ ഈമാനിൽ ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം റഹ്മാൻ. നമ്മുടെ ഈമാനിനെ നീ ശക്തിപ്പെടുത്തണം അല്ലാഹ്. മുത്തായ തങ്ങളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഈമാനിന് നീ ശക്തി നൽകണം റഹ്മാൻ. തഖ്വ നൽകണം അല്ലാഹ്. അല്ലാഹുവേ, മൊബൈലുകളിൽ മറ്റു സമയങ്ങളിലെല്ലാം നമുക്ക് അത് യൂസ് ചെയ്യുമ്പോൾ നീ ഞങ്ങൾക്ക് തഖ്വ നൽകണം അല്ലാഹ്. അതിൽ ഹറാമ് വരുമ്പോൾ കണ്ണടക്കാനും ചെവി പൂട്ടാനും അല്ലാഹുവേ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഒരു ടൗണിലൂടെ ബസാറിലൂടെ സഞ്ചരിക്കുമ്പോൾ എത്ര ഹറാമുകളാണ് ശ്രദ്ധയിൽ വരുന്നത്. ആ സമയങ്ങളിലെല്ലാം നമ്മുടെ കണ്ണുകൾ ചിമ്മാനും ചെവികളൊക്കെയും പൂട്ടി നമ്മുടെ ഈമാൻ, നമ്മുടെ യഥാർത്ഥമായ പരലോക രക്ഷപ്പെടുത്താൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, നാം ഒറ്റ ഹറാമ് കാണുമ്പോൾ, ഹറാമ് ചിന്തിക്കുമ്പോൾ, ഹറാം നോക്കുമ്പോൾ, ഹറാമ് പ്രവർത്തിക്കുമ്പോൾ മദീനയിൽ വെച്ച് മുത്തായ തങ്ങള് വേദനിക്കുന്നുണ്ട് റബ്ബേ, അവിടുന്ന് നോവിക്കുന്നുണ്ട് റബ്ബേ, അവിടുന്ന് കരയുന്നുണ്ട് റബ്ബേ. അവിടത്തെ വേദനിപ്പിക്കാതെ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള തൗഫീക്ക് നൽകണം റഹ്മാൻ. അവിടത്തെ ഓർത്തു ജീവിക്കാൻ, അവിടുത്തെ കുറിച്ച് നമുക്ക് ധാരാളം പഠിക്കാനും അവിടുത്തെ മേലിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാൻ, ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി മുത്തായ തങ്ങളോടുള്ള മുഹബ്ബത്ത് നമുക്കൊന്ന് കരഗതമാക്കാൻ, ഇവിടത്തോടുള്ള ഹുബ്ബിലായെന്ന് ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, ഖുദ് ബിയദി ഖല്ലത്ത് ഹൈലതി യദ്രിക്നി യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ്. ഞങ്ങളൊന്ന് നന്നാക്കണം നബിയേ, ഞങ്ങളൊന്ന് നന്നാക്കണം നബിയേ. നമ്മുടെ ഉറക്കിലൊന്ന് വരണം നബിയേ, നമ്മുടെ ഉറക്കിലും ഉണർവിലും തങ്ങളൊന്ന് വരണം നബിയേ. അല്ലാഹ്, മുത്തായ തങ്ങളോടൊന്ന് പറയണം റബ്ബേ, ഞങ്ങളൊന്ന് നന്നാക്കാൻ വേണ്ടി, ഞങ്ങളുടെ ഉറക്കിലൊന്ന് കാണാൻ വേണ്ടി. കണ്ടാൽ പിന്നെ ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കാമല്ലോ. അലങ്കുന്ന വജ്ഹൊന്ന് കണ്ടവരൊക്കെ വിജയിച്ചു പോയി. അവർ ഹറാമിൽ നിന്ന് വിട്ടുനിന്ന് പോയി, ഹറാമ് പ്രവർത്തിക്കുന്നതിൽ നിന്ന് വിട്ടുനിന്ന് പോയി. റബ്ബേ, നമുക്കും ഒരു നോട്ടമൊന്ന് കാണാൻ ഭാഗ്യം നൽകണം റഹ്മാനെ. വൈകാതെ തന്നെ അതിവേഗത്തിൽ നമുക്ക് അവിടത്തെ പൂമുഖം കണ്ടാസ്വദിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. പല തവണ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ആരോടും അസൂയയില്ലാതെ, വെറുപ്പില്ലാതെ, ഹസദില്ലാതെ, കിബറില്ലാതെ, വഞ്ചിക്കാതെ, ഫിത്നയാക്കാതെ, ഫസാദാക്കാതെ, സിഹ്റ് ചെയ്യാതെ, അല്ലാഹ് മറ്റുള്ളവന്റെ നാശം കൊതിക്കാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാൻ. വിനയത്തോടെ തവാദുവോടെ ജീവിക്കാൻ, അഹങ്കാരമില്ലാതെ ജീവിക്കാൻ, സൽസ്വഭാവത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമല്ലോ. ഹുസ്നുൽ ഖുൽഖ് നൽകണമല്ലോ. നല്ല മെച്ചപ്പെട്ട സ്വഭാവം നൽകണം റഹ്മാൻ. എല്ലാവരോടും പുഞ്ചിരിച്ച് സംസാരിക്കാൻ, പുഞ്ചിരിയോടെ ജീവിക്കാൻ, ആരോടും വെറുപ്പില്ല. ആക്ഷേപിച്ചവരോടോ, വെറുപ്പ് പറഞ്ഞവരോടോ, എതിർത്ത് പറഞ്ഞവരോടോ, അടിച്ചവരോടോ, ദ്രോഹിച്ചവരോടോ, കട്ടെടുത്തവരോടോ ആരോടും വെറുപ്പില്ലാതെ നല്ല സ്വഭാവത്തോടെ പെരുമാറാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമല്ലോ. തായത്തങ്ങൾ അങ്ങനെയാണ് നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നത്. ആ പാത പിന്തുടർന്ന് നമുക്ക് ജീവിക്കാൻ, അവിടുത്തെ സുന്നത്ത് അനുധാവനം ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമല്ലോ. അല്ലാഹുവേ, അവിടുത്തെ സുന്നത്തുകൾ പരമാവധി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള മഹാഭാഗ്യം നൽകണം റഹ്മാനെ. നീ മഹാഭാഗ്യം നൽകണമല്ലോ, ഭാഗ്യം നൽകണം റഹ്മാൻ. അല്ലാഹുവേ, നിങ്ങൾക്കെല്ലാം ദീർഘായുസ്സും ആഫിയത്തും നൽകണമല്ലോ. ആയുഷ്കാലത്ത് ഒരുപാട് തവണ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ, മുത്തായ തങ്ങളുടെ റൗളാ ശരീഫും സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണമല്ലോ, തൗഫീഖ് നൽകണമല്ലോ. നമ്മുടെ മരണം ഖൈറാകുന്ന വേളയിൽ പരിശുദ്ധ മദീനയിൽ എത്തിച്ച് അവിടെ ചെന്ന് ധാരാളം സ്വലാത്തുകൾ സലാമുകൾ ചൊല്ലുന്നതിനിടയിൽ നമുക്കവിടുത്തെ പൂമുഖം കണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകണമല്ലോ.
തൗഫീഖ് നൽകണം റഹ്മാനെ. ജന്നത്തുൽ ബഖീൽ ഒരിടം നൽകണം അല്ലാ. ജന്നത്തുൽ ബഖീൽ ഒരിടം നൽകണം റഹ്മാനെ. മദീനയുടെ പരിശുദ്ധമായ മണ്ണിനൊന്നു മുത്തം കൊടുത്ത് കിടക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. മദീനയുടെ മണ്ണ് സാധാരണക്കാർക്കൊരു മണ്ണാണെങ്കിൽ അത് ആശിക്കുന്നത് പൊന്നാണ് റബ്ബേ, അത് മുത്താണ് റബ്ബേ, അത് ഔഷധമാണ് റബ്ബേ, നമുക്കത് എല്ലാമാണ് റബ്ബേ. അല്ലാഹുവേ, നമുക്ക് മദീനയുടെ മണ്ണിൽ പോയി കിടക്കാനുള്ള തൗഫീഖ് നൽകണമെന്ന്. നാം തെറ്റുകൾ ചെയ്തവരാണ്. നാം ചെയ്ത തെറ്റിന്റെ കാരണത്താൽ നമുക്ക് ഖബറിൽ ശിക്ഷ അനുഭവിക്കേണ്ടതുണ്ടെങ്കിൽ മദീനയുടെ മണ്ണിലാണെങ്കിൽ അവിടെ നീ ഞങ്ങളെ ശിക്ഷിക്കുകയില്ല റബ്ബേ. അതുകൊണ്ടാണ് റബ്ബേ മുത്തായ തങ്ങളുടെ മണ്ണിലൊന്ന് പോയി കിടക്കാൻ ഞങ്ങൾക്ക് ആശയുള്ളത് റബ്ബേ. നീ നിറവേറ്റണം റഹ്മാനെ, നീ നിറവേറ്റണം റഹ്മാനെ. അല്ലാഹുവേ, ഒറ്റ അപകടത്തിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാ, ഒരു ദുരന്തത്തിൽ പെടുത്തല്ലേ അല്ലാ, ഒരു ആക്സിഡന്റിൽ പെടുത്തല്ലേ അല്ലാ. അല്ലാ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കണം റഹ്മാനെ. മോശപ്പെട്ട മരണങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ, സുസൈഡ് ചെയ്ത് മരിക്കുന്നതിന് തൊട്ട് കാത്തു രക്ഷിക്കണം റഹ്മാനെ. അല്ലാ, എന്തെല്ലാം രോഗങ്ങളാണ് കേൾക്കുന്നത് റബ്ബേ. ഇത്തരത്തിലുള്ള രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും ബന്ധപ്പെട്ട എല്ലാ മുഅ്മിനാത്തുകളെയും നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ക്യാൻസറാണെന്ന് പറഞ്ഞു ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് റബ്ബേ. നീ ശിഫയാക്കണം അല്ലാ, ചില ശിഫ കൊടുക്കണം റഹ്മാനെ, പരിപൂർണമായ ശിഫ കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, എല്ലാം സുഖപ്പെടുത്തി നീ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങാനും കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ കഴിയാനും ഉള്ള ഭാഗ്യം നൽകണമല്ലോ, ഭാഗ്യം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, നമുക്കെല്ലാം ഈമാനോടെ ജീവിക്കാൻ, ഈമാനോടെ മരിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. വീടില്ലാതെ വിഷമം പറഞ്ഞവർക്ക് ഹൈറായ നല്ല ബറക്കത്തുള്ള നല്ല വീട് നൽകണമല്ലോ. സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവർക്ക് നീ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണമല്ലോ. ഇസ്സത്തുള്ള ജീവിതം നൽകണമല്ലോ. അല്ലാഹുവേ, മക്കളുടെ കല്യാണം അടുത്തവർ അല്ലാ പ്രയാസത്തിലാണ്, സാമ്പത്തികമായ ബുദ്ധിമുട്ടിലാണ്, നീ വഴി തുറന്നു കൊടുക്കണമല്ല. ഹലാലായ വഴി നീ തുറന്നു കൊടുക്കണം റഹ്മാൻ. ആരോടും യാചിക്കാതെ നീ ഇസ്സത്തോടെ മക്കളുടെ കല്യാണം കഴിച്ച് വിടാനുള്ള മഹാഭാഗ്യം നൽകണമല്ലോ. അല്ലാഹുവേ, ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല ജോലി നൽകണമല്ല. ഉള്ള ജോലിയിൽ നീ ബറക്കത്ത് ചെയ്യണമല്ല. ഉള്ള ജോലിയിൽ നീ ഉള്ള കച്ചവടങ്ങളിലെല്ലാം അഭിവൃദ്ധിയും ബറക്കത്തും നൽകണം റഹ്മാനെ. അല്ലാഹുവേ, മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല മക്കളെ നൽകണമല്ല. തന്ന മക്കളെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണമല്ല. ദാക്കിരീങ്ങളാക്കണം റഹ്മാൻ, ഷാക്കിരീങ്ങളാക്കണം റഹ്മാനെ, ആഷിക്കീങ്ങളാക്കണം റഹ്മാനെ. മുത്തായ തങ്ങളുടെ മദീങ്ങളാക്കണം റഹ്മാനെ. തമ്മാടികളാക്കല്ലേ അല്ലാ, വ്യഭിചാരികളാക്കല്ലേ അല്ലാ, ഹറാമ് കാണുന്നവരോ കേൾക്കുന്നവരോ പ്രചരിപ്പിക്കുന്നവരോ ആക്കല്ലേ അല്ലാ. അല്ലാഹുവേ, വിവാഹ പ്രായമെത്തിയ എത്രയോ യുവാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നിരന്തരം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരിലുണ്ട്. അല്ലാ, എത്രയും പെട്ടെന്ന് നിയോജനകളെ കൊടുത്ത് സന്തോഷമുള്ള ജീവിതം നൽകണമല്ല. എത്രയും പെട്ടെന്ന് ഖൈറായ ജീവിതം നീ കാണിച്ചു കൊടുക്കണം റഹ്മാനെ, നീ കാണിച്ചു കൊടുക്കണം റഹ്മാനെ, നീ തുറന്നു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, എന്തെല്ലാം ഉദ്ദേശങ്ങൾ പറഞ്ഞ്, ആഗ്രഹങ്ങൾ പറഞ്ഞ്, വിഷമങ്ങൾ പറഞ്ഞ്, ദുരിതങ്ങൾ പറഞ്ഞ്, ദുഃഖങ്ങൾ പറഞ്ഞ്, ബേജാറുകൾ പറഞ്ഞ് ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട് റബ്ബേ. എല്ലാവർക്കും നീ ഖൈറ് പ്രദാനം ചെയ്യണമല്ല. സലാമത്തിന്റെ വഴി നീ തുറന്നു കൊടുക്കണമല്ല. രക്ഷയുടെ വഴി നീ തുറന്നു കൊടുക്കണം റഹ്മാനെ. അവർക്കും നമുക്കെല്ലാം ഉത്തായ തങ്ങളുടെ ലംഘുന്ന വജ്ഹ് കണ്ടു ദുനിയാവിൽ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണമല്ല. മരിച്ചാൽ ഈമാനോടെ മരിക്കാനും മുത്തായ തങ്ങളെ കണ്ടു മരിക്കാനും ഖബറിൽ അവിടുത്തെ സഹായം തന്നു അവിടെയും രക്ഷപ്പെട്ട് മഅ്ശറയിലും രക്ഷപ്പെട്ട് മുത്തായ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ കൂടാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. തൗഫീഖ് നൽകണം അല്ലാഹ്. തൗഫീഖ് നൽകണം അല്ലാഹ്.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم.